ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും കണ്ടിരിക്കും. എല്ലാവരും കാത്തിരുന്നത് ഷാനവാസ് ആണോ ശരി, നെവീൻ ആണോ ശരി, അത് ഇന്ന് റിവീൽ ആകും എന്നായിരുന്നു. പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അവിടെ ഒരു കള്ളക്കളി കളിച്ചിട്ട് ഈ വീക്കെൻഡ് എപ്പിസോഡിലെ സാറ്റർഡേയിലെ എപ്പിസോഡ് അവസാനിച്ചു. പക്ഷെ പറയാതെ പറഞ്ഞു അവിടെ ഷാനവാസ് ആണ് ശരി എന്നുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ലാലേട്ടൻ വന്ന് അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ കാർഡുകളെല്ലാം കീറിക്കളയുകയാണ്. ആദില നൂറ ആൻഡ് നവീനുള്ള ഒരു താക്കീതാണ്. അവർ കൂടുതലും അവിടെ ഈ ഒരു കാർഡ് എടുത്തിട്ടാണ് കളിക്കുന്നത്. ഇവരോട് എന്തെങ്കിലും മറുപടി പറയാനോ അല്ലെങ്കിൽ ഇവരോട് ഒന്ന് കയർത്തു നിൽക്കാനോ ഒരു പരിധിയിൽ കൂടുതൽ അവിടെ ആരും ശ്രമിക്കാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആ കാർഡ് എടുത്തിട്ട് ഇവരെ കോർണർ ചെയ്യും എന്നുള്ളൊരു പേടി അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ട്. എന്തായാലും ആ ചീട്ട് ഇന്ന് കീറിയിട്ടുണ്ട്. പലതവണ ഇത് അവിടെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ. അതിൽ ഏറ്റവും കൂടുതൽ എത്തിക്കാൻ നവീനായിരുന്നു. അതുപോലെ റിയാസ് വന്നതിന് ശേഷം ആദില ആ കാർഡ് മൊത്തമായി സ്വീകരിച്ചതുപോലെയായിരുന്നു. റിയാസ് പറഞ്ഞു കൊടുത്ത ചില കുരുട്ടു ബുദ്ധിയിലും കൂർമ്മ ബുദ്ധിയിലും കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കണം, കമ്മ്യൂണിറ്റിയെ മുന്നോട്ട് കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള രീതിയിൽ കമ്മ്യൂണിറ്റിയാണ് വലുത്, ഇവരാരും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞ് ബോധിപ്പിച്ചിരുന്നു. ആദില അതിനനുസരിച്ച് കളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഒരു നെഗറ്റീവ് കളി. ആ കളിയിൽ ആദില എക്സ്പോസ് ആയി. ആദിലയുടെ ചീട്ട് ജനങ്ങൾ തന്നെ കീറി. ഇപ്പോൾ പക്ക നെഗറ്റീവാണ്. അത് ആദിലയുടെ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലാലേട്ടൻ ഈ ഡയലോഗ് പറയുമ്പോൾ. അതുപോലെ തന്നെ നവീനും ഷാനവാസുമായിട്ടുള്ള വിഷയത്തിൽ ഷാനവാസ് ആണ് ക്ലിയർ എന്ന് വെളിയിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ലാലേട്ടൻ അറിയിച്ചു തരികയും ചെയ്തു. അതിനുള്ള ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടതാണ്. അനീഷ് ഷാനവാസിനോട് പറഞ്ഞിരുന്നു, സാറ്റർഡേ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടനോട് നീ പറയുന്നതും അതുപോലെ തന്നെ എനിക്ക് അവിടുന്ന് മനസ്സിലാകുന്നതും വെച്ച് ഞാൻ തീരുമാനിക്കും നീ എൻ്റെ കാലാകാലങ്ങളുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത്. ഉറപ്പായിട്ടും അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ലാലേട്ടൻ ഇന്ന് പറയുകയും ചെയ്തു. അന്ന് പറഞ്ഞ ആ ഡയലോഗ് ഇന്ന് പറയാൻ പറഞ്ഞു. ഐ ലവ് യു ഷാനവാസ്, ഷാനവാസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ശരി എന്നുള്ളത് ഷാനവാസിന്റെ പക്ഷത്ത് തന്നെയാണ് എന്ന്. കാരണം ഇത് വലിച്ചു കീറാൻ ബിബിക്ക് ഉദ്ദേശമില്ല, ലാലേട്ടന് ഉദ്ദേശമില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവരും പെട്ടിരിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ ഇത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെട്ടാൽ ഈ പ്രോഗ്രാമിനെ അത് ഭയങ്കരമായി ബാധിക്കും. ഒന്നാമതേ നെഗറ്റീവാണ് വെളിയിൽ. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലെ പെർഫോമൻസിലായിരുന്നു ഇത് കൂടുതൽ ഈ ഷോ എക്സ്പോസ് ആകാൻ തുടങ്ങിയത്. ആദില എക്സ്പോസ് ആയി, അത് വേറെ കാര്യം. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഈ ഷോയും എക്സ്പോസ് ആയി. അത് കഴിഞ്ഞ വീക്കെൻഡിൽ. കാരണം ലക്ഷ്മിയുടെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ പോലുള്ളവരാണ് വീഡിയോ കണ്ടിട്ട് നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ പറയാറുണ്ട്. റിവ്യൂവർ എന്ന നിലയിൽ നമ്മൾ റിവ്യൂവർ എന്നല്ല, ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിലാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് തന്നെ, നമ്മൾ ഇതിന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് തന്നെ. പക്ഷേ ഇതിന് വെളിയിലുള്ളവർ, ഈ ബിഗ് ബോസ് ഷോ അങ്ങനെ റെഗുലറായിട്ട് കാണാത്തവരും, എന്നാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ കുറച്ച് പെർഫോമൻസിൽ വന്ന കുറച്ച് തെറ്റുകൾ അതെടുത്തു വെച്ച് മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാം, പ്രശസ്തരായ യൂട്യൂബേഴ്സ്, ഇതിന് വെളിയിൽ ഉള്ളവർ, റിവ്യൂസ് ചെയ്യാത്തവർ, അവർ മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള കണ്ടന്റുകൾ റിവ്യൂ ചെയ്യുന്നവരാണ്. പക്ഷെ അവരും ഇതെടുത്തു വെച്ച് ലാലേട്ടനെ കൊടയാൻ തുടങ്ങി. ലാലേട്ടൻ എയറിൽ കിടന്ന് ഇങ്ങനെ പറക്കുകയായിരുന്നു. ആ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലെ ലക്ഷ്മി ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്നപ്പോൾ ലാലേട്ടൻ അവിടെ പ്രകടിപ്പിച്ച ഒരു നീരസം അത് എടുത്തു കാണിക്കുകയും അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഒരുപാട് ചാനലുകളിൽ വരികയും ചെയ്തു. ട്രെൻഡിങ് ആയിട്ടൊക്കെ ഓടി ചില ചാനലുകളിലെ വാർത്തകൾ. അത് ശരിക്കും ലാലേട്ടന് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിബിക്ക് നല്ലതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം ഇനി ഒരു ഇഷ്യൂ ഇതിന്റെ പേരിൽ ഇവിടെ ക്രിയേറ്റ് ആയാൽ ഉറപ്പായിട്ടും ലാലേട്ടന് എയറിൽ നിന്ന് താഴേക്ക് വരാൻ കുറെ സമയമെടുക്കും. അത് ബിബിക്കും അറിയാം. അതുകൊണ്ടാണ് ഇത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒതുക്കി തീർത്തത്. എന്നുവെച്ചാൽ ഈ ഒരു വിഷയം അത്രയ്ക്കും ഒരാളെ കുറിച്ച് ഒരാൾ പറഞ്ഞ ഒരു അലിഗേഷനാണ്. അതിനെ വെറും സിമ്പിൾ ആയിട്ട് തള്ളിക്കളഞ്ഞു. അവർക്ക് അതേ പറ്റൂ. നമ്മൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ ഷോ മുന്നോട്ട് കൊണ്ടുപോകണം. അവർക്ക് അവരുടെ ഷോയാണ് വരുന്നത്. അതിന് തടസ്സമായിട്ട് വരുന്നത് അവർ ഏതെങ്കിലും ഐഡിയ വഴി അത് തട്ടിക്കളയുകയാണ് ചെയ്യാറ്. അതിന് ഉദാഹരണമാണ് അനുമോള് പറഞ്ഞ വിഷയം. അനുമോള് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഉറച്ചു നിന്നപ്പോൾ ലാലേട്ടൻ ശരിക്കും ഫയർ ചെയ്തു. പക്ഷെ അത് അതിനകത്ത് നടന്ന ഒരു കുൽസിതമായിരുന്നു. പക്ഷെ അത് ക്യാമറയോ ഒന്നും അന്ന് കാണിച്ചതുമില്ല അവിടെ എന്താണ് നടന്നതെന്നുള്ളത്. നമ്മളെല്ലാം വെളിയിൽ കണ്ട ആ ഒരു സീൻ കാണിച്ചാൽ തന്നെ അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകും അവിടെ എന്താണ് നടന്നതെന്നുള്ളത്. പക്ഷെ അത് എല്ലാം അനുമോളുടെ ദേഹത്തേക്ക് വെച്ച് അനുമോളെ ഫയർ ചെയ്ത് അനുമോളെ ഒതുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അനുമോൾ അവരൊരു പുലിക്കുട്ടിയായി മാറിയത്. അന്ന് ഏറി കയറിയതാണ് ലാലേട്ടൻ. പിന്നെ ഇറങ്ങാൻ പറ്റിയിട്ടേ ഇല്ല.
അതിനുശേഷമാണ് ലക്ഷ്മി ഒന്നും കൂടെ മേളിലോട്ട് കയറ്റി വിട്ടു ലക്ഷ്മിയുടെ വിഷയത്തിൽ. ഈ വിഷയം ഞാൻ പറഞ്ഞ ഈ ഷാനവാസിന്റെയും ഈ നവീന്റെയും വിഷയം അവര് അതുകൊണ്ട് ഇത് ഒരുപാട് അങ്ങോട്ട് അലക്കാൻ BB ടീമിന് താല്പര്യമില്ല. പക്ഷെ ഇതിൽ മുങ്ങിപ്പോയ കുറച്ച് വിഷയങ്ങളുണ്ട്. ഈ പറഞ്ഞ ആര്യന്റെയും റെനയുടെയും വിഷയം, അതും ഈ കൂട്ടത്തിൽ മുങ്ങിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സാറ്റർഡേ എപ്പിസോഡിൽ അത് ചോദിച്ചിട്ടില്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ അത് ചോദിക്കുമോന്നും എനിക്കറിയത്തില്ല. ചോദിച്ചാൽ നല്ലത്. അവിടെ ഇനി അങ്ങനെ ഒരു ടോക്ക് വരാതിരിക്കാൻ റെന നാളെ എവിക്റ്റ് ആകുന്നുമുണ്ട്. നോർമലി അവിടുന്ന് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ പോലെ ഡബിൾ എവിക്ഷൻ നടത്തുമായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ആര്യനോ അല്ലെങ്കിൽ നവീനോ ഔട്ട് ആകണമായിരുന്നു. സിംഗിൾ എവിക്ഷനോട് റെനയെ പുറത്താക്കുവാണ് എന്നാണ് നമ്മൾ കേട്ടത്. അതും അവിടുന്ന് BB തടിയൂരിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ വിഷയത്തിൽ നിന്നും തടിയൂരി. അപ്പം എല്ലാം ഒരു ന്യൂട്രലായിട്ട് അതൊക്കെ സോൾവ് ചെയ്ത ഒരു പ്രതീതിയാണ് അവിടെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കാർഡുകളെല്ലാം ഞാൻ കീറി. ഞാനേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, പ്രസന്റ് സിറ്റുവേഷൻ. പക്ഷെ നമ്മളത്തെ ഇപ്പുറത്തെ സിറ്റുവേഷൻ അതാണ് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി മുതലുള്ളത് എന്ന് പല പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് പലർക്കുമുള്ള ഒരു ക്ലൂ ആണ്. നിങ്ങൾ അതൊക്കെ വിട്ടേക്ക് എന്നുള്ളത്. നിങ്ങൾ കണ്ട ആ എപ്പിസോഡിൽ നവീൻ അവിടെ നാടകം കളിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ലാലേട്ടൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു വിഷമിച്ച് അങ്ങ് തകർന്നിരിക്കുന്നത് പോലെ ഒരു ആക്ടിങ്, അതൊരു ആക്ടിങ് ആണ്. അതുപോലെ നല്ല ആക്ട് ചെയ്യാനും മിടുക്കനാണ്, നല്ല ആക്ട് ചെയ്യാനും മിടുക്കനാണ്. പക്ഷെ ലാലേട്ടൻ അങ്ങോട്ട് മൈൻഡ് ചെയ്തതേ ഇല്ല. അവിടുന്ന് എന്തൊക്കെയെല്ലാമോ നവീൻ കാണിക്കുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ പക്ഷെ ആ ഏരിയയിലേക്ക് നോക്കിയിട്ടേ ഇല്ല. ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, നവീൻ ഇവിടെങ്ങും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നവീൻ പല പ്രാവശ്യം വിചാരിച്ചത് നവീനെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഈ വിഷയം ചോദിക്കുമെന്നാണ്. അപ്പോഴും നവീന്റെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു നാടകം കളിക്കുന്നത് പോലെ ഒരു അഭിനയിക്കുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നിങ്ങൾ പറയുക. എന്തായാലും ഷാനവാസ് ആണ് ശരി എന്ന് നമ്മളെ ഇൻഡയറക്റ്റായിട്ട് തന്നെ ബോധിപ്പിച്ചു കഴിഞ്ഞു. അത് അനീഷിനെയും ബോധിപ്പിച്ചു കഴിഞ്ഞു, നിന്റെ സുഹൃത്താണ് ശരി എന്നുള്ളത്. പക്ഷെ അനീഷിന് അത് മനസ്സിലായിരിക്കാം. അനീഷ് അതൊക്കെ ചിന്തിച്ചെടുക്കുന്ന ആളാണ്. പക്ഷെ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവർ, ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അത് മനസ്സിലാവില്ല. പക്ഷെ അവിടെ മനസ്സിലാവുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നത് ബിന്നിയാണ്. ബിന്നിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ബിന്നിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇന്ന് അത് ചോദിച്ചില്ല, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വിഷയം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ലാലേട്ടൻ വന്നപ്പോൾ എന്തുകൊണ്ട് ഇവരോട് ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ സംസാരിച്ചില്ല എന്നുള്ളത്. എപ്പോഴും അവരുടെ ഷോയെ മാത്രമാണ് നോക്കുന്നത്, ഇവരുടെ ഷോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോയെ കുറിച്ചുള്ള ഒരുപാട് അലിഗേഷൻസ് വെളിയിൽ നടക്കുന്നുണ്ട്. പലരും വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇനി എന്തായിരിക്കും സംസാരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് എന്ന് ബിഗ് ബോസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിഗ് ബോസ് ഷോയെ കുറിച്ച് റിവ്യൂ ചെയ്യാത്തവർ വരെ ഇത് ഒറ്റുനോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും കണ്ണിൽ പൊടി കിട്ടുകൊണ്ട് ഈ വിഷയം അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു. അത് പല പ്രാവശ്യം, ഒന്നും രണ്ടുമല്ല 3-4 പ്രാവശ്യത്തോളം ഞാൻ നോക്കിയപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, പ്രസന്റ് ഈസ് പ്രസന്റ്. അത് ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദില നൂറയ്ക്കും നവീനുമുള്ള കൊട്ടും കൊടുത്തു. ഷാനവാസിന് അവിടെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെടുത്തിടാൻ ലാലേട്ടനാണെങ്കിലും ആ ടീമിനാണെങ്കിലും ഇപ്പോൾ സൗകര്യമില്ല എന്നുള്ളത്. അതെ, അല്ലെങ്കിലും ഷാനവാസ് ഈ ഒരു വിഷയം പബ്ലിക്കിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ആളല്ല. ആദിലയുടെ ആ കാർഡിൽ എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഒരു LGBTQ കമ്മ്യൂണിറ്റി അകത്തുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഈ നിവിനും ഈ പറയുന്ന ആദില നൂറയും തമ്മിലുള്ള വിഷയം, അതിൽ ആദിലയ്ക്കാണ് വിഷയം നവീനുമായിട്ട് കൂടുതലും. അപ്പം ഈ വിഷയങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല, നിങ്ങളുടെ കാർഡൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി, ഇവിടെ ഇത് വില പോകില്ല, ഈ കാർഡിനെ ഇറക്കാൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അത് മുഖത്തടിച്ചടി പോലെ രണ്ടുപേർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലായെങ്കിൽ അവർക്ക് കൊള്ളാം. ബിന്നി ലാസ്റ്റ് വന്നിട്ട് നവീനോട് പറയുന്നുണ്ട്, ലാലേട്ടൻ പറഞ്ഞ രീതി ഇങ്ങനെയാണ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, പോയതെല്ലാം പോയി, ഇനി ആർക്കെങ്കിലും വരെ ആർക്കും ഇങ്ങനെ ഉന്നയിക്കാനോ ഒന്നും ഇവിടെ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ജെൻഡർ കാർഡ് ഇറക്കിയോ ഇങ്ങനെയുള്ള കാർഡുകൾ ഇറക്കിയോ ഒരു കാർഡും ഇവിടെ വില പോകില്ലെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുമെന്ന് ബിന്നി നിവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിവിന് അപ്പോഴും മുഖം ഒന്നും റെഡി ആയിട്ടില്ല. നിവിന് മനസ്സിലായിട്ടുണ്ട് ഞാൻ പിടിക്കപ്പെട്ടു എന്നുള്ളത്. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം ഷാനവാസ് ആയിരുന്നു ശരി എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, ആ കൂട്ടത്തിൽ മുങ്ങിപ്പോയ ആ ക്രിഞ്ചന്റെ വിഷയം, അതായത് ഈ ആര്യന്റെ വിഷയം മുങ്ങിപ്പോയല്ലോ എന്നുള്ളതാണ്. ഇനിയിപ്പം അത് ഇന്ന് സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇൻഡയറക്റ്റ് ആയിട്ട് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഷാനവാസ് ആണ് ശരിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അനുമോളോടുള്ള ദേഷ്യം. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുമോളുടെ ദേഷ്യമുണ്ട്. കാരണം ഇതിനെല്ലാം തുടക്കം ഇട്ടത് അനുമോളാണല്ലോ. ആ ഒരു ദേഷ്യം എപ്പോഴും ലാലേട്ടൻ പ്രകടിപ്പിക്കുന്നുണ്ട്.
അനുമോളെ വഴക്ക് പറയുമ്പോൾ മാത്രം പ്രത്യേക ഒരു മുഖത്ത് ഒരു പ്രത്യേക ഒരു ഒരു ആക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ലാലേട്ടന്റെ മുഖത്ത്. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. കണ്ടവരില്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡിലൊക്കെ പോയി നോക്കിയാൽ, ഇന്നത്തെ എപ്പിസോഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകമായ ഒരു ഭാവങ്ങളൊക്കെ ലാലേട്ടന്റെ മുഖത്ത് തെളിഞ്ഞു വരും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിനെല്ലാം തുടക്കം ഇട്ട് വിട്ടത് ഈ അനുമോളാണ്. അനുമോൾ കണ്ടത് പറഞ്ഞു. അത് അവിടുത്തെ ക്യാമറ കാണാത്തതിന് ഇപ്പൊ അനുമോളുടെ കുഴപ്പമല്ലല്ലോ. അവിടുത്തെ 72 ക്യാമറയും 500 ജോലിക്കാരും ലാലേട്ടൻ അമേരിക്കയിൽ നോക്കിയിട്ട് പോലും ഇത് കണ്ടില്ലെന്നാണ് പറഞ്ഞത്. ലാലേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോഴും അവിടെ തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു ഈ അനുമോള് പാറ പോലെ ഉറച്ചു നിന്നപ്പോൾ ബാക്കിയുള്ള ഇനി വരുന്നവർക്കും മനസ്സിലായി, ഇങ്ങനെ ഉറച്ചു നിന്നാൽ മതി. നമ്മളൊരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ ഉറച്ചു തന്നെ നമ്മുടെ ശരിയിൽ നിൽക്കുക എന്നുള്ളത്. അതിന് തുടക്കം ഇട്ടത് അനുമോളാണ്. ആ ഒരു ദേഷ്യം ശരിക്കുമുണ്ട്. അതുപോലെ അനുമോളുടെ വിഷയത്തിൽ ഏറിൽ പോയതിന്റെയും ദേഷ്യമുണ്ട്. എന്തുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ചോദിക്കാം, ലക്ഷ്മിയോട് ഇന്ന് നല്ല കൂളായിട്ടല്ലേ ഇടപഴകിയത്, പെരുമാറിയത്? അതിനുള്ള ഉത്തരവും ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗിരി പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം അത് ലക്ഷ്മിക്കെതിരെ ആണെങ്കിലും, ഇനിയിപ്പോ ലക്ഷ്മി അടുത്ത് വന്ന് ഇന്ന് പെട്ടെന്ന് കയറി ചൂടാവുകയോ ലക്ഷ്മിയോട് ഇതുപോലെ പെരുമാറുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ലക്ഷ്മിയോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഏറിപ്പോയതിന്റെ. അതുപോലെ ഇനി ആ ലക്ഷ്മിയുടെ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കുമോ, അല്ലെങ്കിൽ ഈ LGBT കമ്മ്യൂണിറ്റിയെ കുറിച്ചും റിയാസ് വന്ന വിഷയങ്ങളെ കുറിച്ചും ഒക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. ലാലേട്ടൻ എന്താണ് ഇന്ന് അവിടെ പറയാൻ പോകുന്നതെന്ന് വെളിയിലുള്ള ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ ബിഗ് ബോസിന്റെ റിവ്യൂവേഴ്സ് അല്ലാതെ വെളിയിലുള്ള മറ്റുള്ള റിവ്യൂവേഴ്സും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് BB ടീമിനും അറിയാം, ലാലേട്ടനും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏറിൽ പോകാൻ തയ്യാറല്ല, ഞാൻ ഏറിൽ പോകാൻ തയ്യാറല്ല എന്ന് ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് ലാലേട്ടൻ വന്ന് ഇന്നത്തെ എപ്പിസോഡ് തട്ടിമുട്ടി കൊണ്ടുപോയതായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ കൂടി ഷാനവാസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാനവാസാണ് ശരിയെന്നും നെവീനെ ഞങ്ങൾക്ക് ഈ വിഷയത്തിലേക്ക് എഴുതാൻ താല്പര്യമില്ലെന്നും നെവീന് വെളിയിൽ ഒരു ജീവിതമുണ്ട്, ഒരു ജീവിതം നശിപ്പിക്കേണ്ട എന്നുള്ളതും BB ടീം അവിടെ പറഞ്ഞു കഴിഞ്ഞു, പറയാതെ പറഞ്ഞു കഴിഞ്ഞു. മിക്കവാറും 1-2 ആഴ്ചക്കുള്ളിൽ നെവിൻ വെളിയിൽ പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം വോട്ടിങ്ങിലും പുറകിലാണ്. ഇനിയുള്ള സാഹചര്യത്തിൽ ആര്യന്, നിവിന് ഒക്കെ പോകാൻ സാധ്യത കൂടുതലാണ് അവിടെ നിന്ന്. എന്നുവെച്ചാൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നില്ല ഇവരെ ആരെയും. നെവിനെയൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നെവിനോടുള്ള ഇഷ്ടമൊക്കെ എല്ലാവർക്കും പോയി. ഒരേ കള്ളത്തരം, ഒരേ രീതികൾ, അതുപോലെ തന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യൂ. ലാലേട്ടനോടാണെങ്കിലും ആരോടാണെങ്കിലും വരുമ്പോൾ ഒരു നാടകം കളി, ഇതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കുകയാണല്ലോ, പബ്ലിക്കിൽ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.